ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്മൃതിപദം ഡേ 5 ഇന്ന് 1447 ദുൽഖഅദ് 17 2026 മെയ് 5 ചൊവ്വ. അസയ്യിദ് അഹ്മദ് സൈനുദ്ദീൻ അൽ മുസാവ അൽ ഹൈദ്രൂസി ചാലിയം ഇമ്പിച്ചുകോയ തങ്ങൾ ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് വലിയ മഹാനാണ്. അല്ലാമ ശാലിയാത്ത് റളിയല്ലാഹു അൻഹുവിന്റെ ഖലീഫയും കൂടിയാണ്. ചാലിയം മുഹിദ്ദീൻ പള്ളി മഖാമിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഹിജ്റ 1416 ഇവിടുത്തെ വഫാത്ത്. അശ്ശൈഖുൽ ഇമാദ് അബൂ ഇസ്ഹാഖുൽ മഖ്ദിസി റളിയല്ലാഹു അൻഹു ആണ്ടുദിനം ആണ് ഇന്ന്. പകൽ നോമ്പും രാത്രിയും നീണ്ട നിസ്കാരവും ശീലമാക്കിയ സൂഫിവര്യരും പല പ്രധാന ഗ്രന്ഥങ്ങൾ ഹൃദിസ്ഥമാക്കി വിശാലമായ വിജ്ഞാനം കരസ്ഥമാക്കിയവരും അതുപോലെ തന്നെ നിരവധി കറാമത്തുകൾക്ക് ഉടമയുമായ ഹംബലി പണ്ഡിതരാണ് മഹാനായ അശ്ശൈഖുൽ ഇമാദ് അബൂ ഇസ്ഹാഖ് അൽ മഖ്ദിസി റളിയല്ലാഹു അൻഹു. ഹിജ്റ 614 വഫാത്ത്. ശൈഖുന മുഹീദ്ദീൻ കുഞ്ഞുബാവ ഇബ്നു അഹ്മദ് അൽ ബർബലി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് മഹാനവർകൾ ദക്ഷിണ കേരളത്തിലെ പ്രസിദ്ധ പണ്ഡിതനാണ്. ഖാദിരിയ്യ തരീഖത്തിന്റെ ശൈഖും നിരവധി പണ്ഡിത മഹത്തുക്കളുടെ ഗുരുവുമാണ്. ആലപ്പുഴ ജില്ലയിലെ വടുതല കാട്ടുപുറം പള്ളി അങ്കണത്തിൽ അന്ത്യവിശ്രമം കൊള്ളുന്നു. 1393 ഹിജ്റയിലാണ് മഹാനവറുടെ വഫാത്ത്. മൗലാന മുഹമ്മദ് ശബീർ അലി ഹസ്റത്ത് നവ്വറല്ലാഹു മർഖദഹ ദില്ലൂർ ബാഖിയാത്തിലെ പ്രധാന ഉസ്താദുമാരിൽ ഒരാളും കേരളത്തിനും പുറത്തുമുള്ള ആയിരക്കണക്കിന് ബാഖിമാരടങ്ങുന്ന അതിവിപുലമായ ശിഷ്യസമ്പത്തിനുടമയുമായ മഹാനവർകളാണ് മൗലാന മുഹമ്മദ് ശബീർ അലി ഹസ്റത്ത് നവ്വറല്ലാഹു മർഖദഹ. ആ ഹിജ്റ 1441 വഫാത്ത്. മഹാന്മാരുടെ ബർക്കത്തുകൊണ്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും അല്ലാഹു തആല പരിഹരിച്ചു തരട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ ആമീൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ ഹുവല്ലാഹു അഹദ് അല്ലാഹുസ് സമദ് ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് മിൻ ശർരി മാ ഖലഖ് വമിൻ ശർരി ഗാസിഖിൻ ഇദാ വഖബ വമിൻ ശർരി النفاثات في العقد ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر الوسواس الخناس الذي يوسوس في صدور الناس من الجنة والناس. آمين. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. اللهم ربنا عليك توكلنا وإليك نبنا وإليك المصير. أوصل اللهم وبلغ مثل ثواب ما قرأناه هذه هدية واصلة ورحمة نازلة وبركة شاملة مقبولة موضية أولا إلى حضرة النبي الحبيب محمد صلى الله عليه وسلم وإلى حضرات بقية الأنبياء والمرسلين وسائر الصحابة والقرابة كلهم أجمعين وسائر الخلفاء الراشدين الأربعة وأئمة الأربعة وأقطاب الأربعة رضوان الله تعالى عنهم أجمعين. الله ഞങ്ങൾ ഓതിയ ഫാത്തിഹ ഇഖ്ലാസ് മാഊദുബൈനി ഇന്നദുൽ ഖാദ് 17 അന്ത്യവിശ്രമം വഫാത്തായ എല്ലാ പൂർവിക മഹത്തുക്കളുടെയും ഹളറത്തിലേക്ക് എത്തിക്കണം റഹ്മാനേ. അവരുടെയൊക്കെ ഹഖ് ജാഹ് ബർക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് എല്ലാവർക്കും നീ ഇരു ലോകത്തിനും സന്തോഷം നൽകണം റഹ്മാനേ. ഞങ്ങളുടെ എല്ലാവരുടെയും ആഖിബത്തിനെ നന്നാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളെ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ മാതാപിതാക്കൾ ഭാര്യസന്താനങ്ങൾ ഞങ്ങളുമായി ബന്ധമുള്ള സർവ്വ മുഅ്മിനീങ്ങളെയും നീ സ്വാലിഹീങ്ങളിൽ ഉൾപ്പെടുത്തണം റഹ്മാനെ. എല്ലാവരുടെയും എല്ലാവിധ പ്രശ്നങ്ങളും നീ പരിഹരിക്കണം റഹ്മാനെ. ദുനിയാവിലും ആഖിറത്തിലും സന്തോഷം നൽകണം റഹ്മാനെ. നിന്റെ അനുഗ്രഹങ്ങൾക്ക് നന്ദി ചെയ്യുന്ന നിന്റെ അടിമകളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം റഹ്മാനെ. കടങ്ങൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്, വീടില്ലാത്തവരുണ്ട്, അതുപോലെ പലവിധ പ്രയാസങ്ങളും മാനസിക ശാരീരിക പ്രശ്നങ്ങളുള്ളവരുണ്ട്. എല്ലാവരുടെ എല്ലാ പ്രശ്നങ്ങളും അറിയുന്ന റബ്ബേ, നീ എല്ലാവർക്കും മനസ്സിന് സന്തോഷമുള്ള പരിഹാരം നൽകണം റഹ്മാനെ. ഞങ്ങളുടെ മാതാപിതാക്കളിൽ നിന്ന് മരണപ്പെട്ട് ഞങ്ങളുടെ പൂർവികരിൽ നിന്ന് മരണപ്പെട്ട് 6 മണ്ണിൽ കിടക്കുന്നവരുടെ ഖബറിലേക്ക് എത്തിക്കണം റഹ്മാനെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم برحمتك يا أرحم الراحمين بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا رب صل عليه وسلم.